ഹലോ ഫ്രണ്ട്സ്, ഊട്ടി ട്രിപ്പിൻ്റെ രണ്ടാം ദിവസം ഞങ്ങൾ പോയത് റോസ് ഗാർഡനിലേക്കാണ്. അവിടെ റിസോർട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ. രാവിലെ ഓട്ടോയിലായിരുന്നു വന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ആദ്യം ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 40 രൂപയാണ് ചാർജ്. നമുക്ക് ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ 100 രൂപ ചാർജ് കൊടുക്കണം. അതുപോലെ രാവിലെ 7:30 തൊട്ട് വൈകുന്നേരത്ത് 6:30 വരെ നമുക്കിവിടെ കയറാം. ഒരുപാട് റോസാ ചെടികളുടെ പല വെറൈറ്റികൾ ഇവിടെ. നമ്മുടെ ഊട്ടിയിലെ റോസ് ഗാർഡനിലെ കാഴ്ചയാണ്. നല്ല വെയിലാണിപ്പോൾ, പക്ഷേ വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നില്ല. വെയിൽ മുഖത്തോട്ട് അടിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ചുറ്റുപാടും നല്ല തണുത്തൊരു ഫീലിംഗ് ആണ്. വെയിലും അടിക്കുന്നുണ്ട്, എന്നാൽ ശരീരത്തിന് ചൂടല്ല, തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരവസ്ഥയിലാണ്. വെയിലടിക്കാതെ പോയാണ്ട് തൊപ്പിയൊക്കെ എടുത്ത് വെച്ച് നടക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, ഒരുപാട് പൂക്കളുണ്ട്. പക്ഷെ അവർ പറയുന്നത് നോർമലി ഉള്ളത്ര കളക്ഷൻസ് ഇല്ല. ഏപ്രിൽ മെയ് അല്ലേ, അതുകൊണ്ട് കളക്ഷൻസ് കുറവാണ്. ഒരുപാടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോർമലി റോസ് ഗാർഡനിലുള്ളതിലും കുറവാണ്. അപ്പോൾ ഇനി സീസൺ ടൈം വരുമ്പോഴത്തേക്കും ഒരുപാട് പൂക്കളാവുമെന്നാണ് പറയുന്നത്. എന്നാലും കാണുമ്പോൾ പല പല വെറൈറ്റി കളറുകൾ, പല രീതിയിലുള്ള റോസ് പൂക്കളാണ്. എല്ലാത്തിനും പേരും കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. കണ്ടോ, ഇങ്ങനെ റോസാ ചെടിയുടെ എല്ലാത്തിൻ്റെയും അടുത്ത് ഒരു നെയിം ബോർഡുണ്ട്. അതിൽ ആ റോസാ ചെടിയുടെ പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പല കളറുകളാണ്. അപ്പോൾ ഇവരത് പരിപാലിക്കുന്നത് വളരെ നല്ല രീതിയിലാണ്. അതിന് പ്രത്യേകം സ്റ്റാഫുകളുണ്ട്. നമ്മൾ ഈ ബോട്ടിന് പഠിച്ച പെൺപിള്ളേരെ കെട്ടിയുള്ള ഒരു കുഴപ്പമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. കാര്യം മരത്തിൻ്റെ പേര് കാലിസ്റ്റമൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ സാധനം കാണുമ്പോഴും പിന്നെ എന്തായിരുന്നു റോസിൻ്റെ വേറെ പേരെന്ന് പറഞ്ഞാൽ ആ സംഭവം എന്തായിരുന്നു? എന്താ പറ, ഏത് റോസ് എന്ന്. ഈ നമ്മളില്ലേ വെൽവെറ്റ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സംഭവത്തിൻ്റെ പോലെ ഇരിക്കുകയാണ് ഈ പൂവെന്ന് പറയുന്നത്. ഒരു 2 തരത്തിലുള്ള കളറായിട്ട് ഈ റോസ് ഗാർഡൻ ഇങ്ങനെ ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുകയാണ്. റോസാ ചെടികൾ മാത്രമല്ല, മറ്റെല്ലാ ചെടികളും അവർ കൃത്യമായിട്ട് പരിപാലിച്ച് പോരുന്നുണ്ട്. നമ്മൾ നടക്കുന്ന ആ ഒരു പാതയുടെ ഇരുവശത്തുമായിട്ട് കൃത്യമായിട്ട് പൊക്കത്തിൽ ചെടികൾ വെട്ടി നിർത്തിയിട്ടുണ്ട്. അതുപോലെ മരങ്ങൾ നല്ല ഷേപ്പിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് അവരതിനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് വിശ്രമിക്കാനായിട്ടുള്ള പുൽത്തകിടികളുണ്ട്. വളരെ മനോഹരമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകൾ അവിടെ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അതിൽ ചില ഫോട്ടോസാണ് ഈ കാണിക്കുന്നത്. സത്യത്തിൽ സീസൺ ടൈം അല്ലാത്തപ്പോൾ വന്നപ്പോൾ ഇത്ര ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ സീസൺ ടൈം വരുമ്പോൾ എന്തോരം ഭംഗിയായിരിക്കും. മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം, ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം, കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. അങ്ങനെ പണ്ടത്തെ കോളേജ് ടൂറിൻ്റെ ഓർമ്മകളിലൊക്കെ ഇരുന്നൊരു പാട്ടൊക്കെ പാടിയപ്പോൾ പവി അന്നേരം തന്നെ എന്നെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളങ്ങനെ പുറത്ത് വന്നു. അപ്പോൾ അവിടെ ചോളം വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പവിക്ക് ചോളം വാങ്ങിക്കൊടുത്തു. വേവിച്ചതും ഇത് വേവിച്ചതാണ്, മറ്റേ കറുത്തിരിക്കുന്നതും ഒരു കരിച്ചിടുന്നത് കൊള്ളാം. നമ്മളാ നാട്ടുകാരല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോക്കാരൊക്കെ വലിയ ചാർജാണ് ഈടാക്കുന്നത്. നമ്മുടെ റിസോർട്ടും ഗാർഡനും തമ്മിൽ 1 കിലോമീറ്റർ ദൂരം ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.